രാവിലെ തന്നെ നമുക്കൊരു ടാക്സി കിട്ടിയിട്ടുണ്ട്. ടാക്സി കിട്ടിയിട്ട് അത് എടുത്തിട്ട് ഇതാ നമ്മളെ വണ്ടിയുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം എത്ര 9:45, 10 മണിക്കാണ് ഷോപ്പ് തുറക്കുക. രാവിലെ തന്നെ നമ്മൾ നിർത്തിയത് പാർക്കിങ്ങിലല്ലേ, അപ്പോൾ സേഫ് ആവണം വണ്ടി. അപ്പോൾ അവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമുക്കൊന്ന് പോയി നോക്കാം. അവർ കട തുറക്കുന്നതിൻ്റെ മുന്നേ തന്നെ എന്തായാലും ഇതാ നമുക്കൊരാൾ മൂപ്പരെ വണ്ടിയും വിളിച്ചിട്ടാണ് പോണത്. അപ്പം ഇനി ബാക്കി അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം എന്തായിക്കണം ഏതായിക്കണം എന്നുള്ളതൊക്കെ. പിന്നെ ഇവിടെ കുവൈത്തിൽ പുതിയ പുതിയ ക്യാമറകൾ വന്നത് കാണിച്ചു തരാം. ആ സിഗ്നലിൻ്റെ അടിയിൽ ഫുള്ള് AI ക്യാമറയാണ്. ഇത് സ്പീഡ് ക്യാമറ, അതേപോലെ തന്നെ AI ക്യാമറയാണ് ആ കാണുന്നത്. ഇപ്പോൾ ഫുള്ള് ഇതാണ്, മറ്റേ സീറ്റ് ബെൽറ്റ്, അതേപോലെ തന്നെ ഫോണ്, സ്പീഡ്, നമ്മൾ എത്ര ദൂരത്തുള്ളതൊക്കെ കാണുന്ന പറഞ്ഞത്. AI ആണ് പുതിയത്. അപ്പോൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. മുക്കാലഫ ഒരു വട്ടം 20 കിട്ടിയതാ. അപ്പോൾ ആ വണ്ടി അങ്ങനെ പോയി. ഇതാ നമ്മളെ വണ്ടി ഇതാ നിർത്തി കൊടുത്ത് അവിടെ ഉണ്ട്. എന്തായാലും പോയി നോക്കാം. മഴ പെയ്തിക്കണല്ലോ. ഇവിടേക്ക് ഇന്നലെ പോകുമ്പോൾ ഉണ്ടായിരുന്നല്ലോ അല്ലേ, അത് മറന്നു. വണ്ടി ഇത് അവിടെ ഉണ്ട്. ما زيادة هذه تايت ولا؟ لا هو تايت مظبوط. فلتر نفسه هو بالله اصلي اللي جاب اصلي नहीं दिया वो इधर से तसला दी नारिस अशरफ कलम वो लिया हो फिल्टर लिया नहीं है उसका बात से अभी बात करता है अंगने का बड़े ओरिजिनल फिल्टर नहीं है हां असली फिल्टर नहीं है. വരുന്ന ഓയിൽ നോക്കി ആകെ എത്ര ഓയിലുള്ളൂ എന്നുള്ളത്. ആകെ കുറച്ച് ഓയിലുള്ളൂ. ചെക്ക് ചെയ്തപ്പോഴും കണ്ടില്ല കുറച്ച് ഓയിൽ കാര്യങ്ങൾ. ഫിൽറ്റർ ഇവിടുന്ന് ഇതുണ്ടോ, ഇതാണ് ഫിൽറ്ററിൻ്റെ സൈഡ്. ഇവിടെ ഇട്ടുകൊടുത്തുനിന്ന് എന്തോറ്റൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇതാണ് ഫുള്ള് ലീക്ക് ആയിക്കണം. ഫുള്ള് പാട് നോക്ക്. മറ്റേ ഓയിലിൻ്റെ ലീക്കായതിൻ്റെ ഇത് ഇതാണ് നമ്മളെ വണ്ടിയുടെ അടി. പിന്നെ ഇതിപ്പോൾ ഇവര് പറഞ്ഞ ഫിൽറ്ററിൻ്റെ ഇതാണെന്നുള്ളത്. നമുക്ക് എന്താക്കുക, ഫിൽറ്റർ മാറ്റി ഓയിൽ പുതിയത് വെച്ചിട്ട് നേരെ വിടാം. മാഡം വിളിച്ചായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് വിടാം. അങ്ങനെതാ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് നമുക്കത് ഇടണം. നാളെ മറ്റേ വണ്ടി അപ്പത്തിന് പണിയെടുക്കാൻ വേണ്ടി പോയി. നമ്മൾ സാധനം കൊണ്ടുവരാൻ ലേറ്റായി. അപ്പോൾ എന്താക്കി, ആ വണ്ടിയുടെ ഓയിൽ മാറ്റലും കഴിഞ്ഞ് അത് പോവാനായി. ഇനിയിപ്പോൾ നമ്മളെ വണ്ടിയുടെ മാറ്റാനുണ്ട്. അങ്ങനെ നമ്മളെ വണ്ടി കിട്ടിയിട്ടുണ്ട്. വണ്ടി നമുക്ക് കിട്ടി. ഇനിതാ നമ്മളിതാ തിരിച്ച് നേരെ ഇനിയിപ്പോൾ ഞങ്ങൾ മാഡത്തിന് കൊടുക്കാൻ പോകണം. അവിടുന്ന് നേരെ മദ്രസയ്ക്ക് പോകണം. ഓക്കെ, വണ്ടി കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അല്ലാന്നില്ല, കുഴപ്പമൊന്നുമില്ല. ഓയിലില്ലാതെ കുറച്ചൊക്കെ ഓടി, തീരെ ഓയിലില്ലാതെ. എന്നിട്ട് അവസാനം നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ കാര്യമാണെന്നുള്ളത്. അങ്ങനെ നമ്മളപ്പോൾ തന്നെ വണ്ടി നിർത്തി. അവിടുന്ന് വണ്ടി നമ്മൾ പിക്കപ്പ് എടുക്കുന്ന ആ സംഭവം എടുത്തിട്ട് വന്നു. എന്നിട്ട് നേരെ ഇന്നലെ രാത്രി കണ്ടില്ലേ ആ സംഭവം ചെയ്തു. അങ്ങനെ പിക്കപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇന്ന് രാവിലെ നീച്ച് വന്നു. നോക്കിയാൽ എന്തില്ല, കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടിക്ക് ഇപ്പോൾ സ്റ്റാർട്ടാക്കിയിട്ട് മെക്കാനിക്ക് നോക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം റാഹത്തായി അൽഹംദുലില്ലാ. അപ്പോൾ എന്തായാലും നിങ്ങൾ സെറ്റാക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ കാണുന്ന വർക്ക്ഷോപ്പിൽ നമ്മൾ ചെയ്തത് കാണുന്നുണ്ടോ, കുവൈറ്റ് ഓയിൽസ്. അതാണ് നമ്മളെ
ഓയിൽ ചേഞ്ച് ആക്കുന്നത്, വണ്ടി ഷൂസ് ബ്രേക്ക് മീൻസ് നമ്മളെ ബ്രേക്ക് പേഡ് കാര്യങ്ങളൊക്കെ, വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവിടെ. നമ്മളെ വണ്ടി തന്നെ റെൻ്റാണ്. അപ്പോൾ നമ്മൾ റെൻ്റ് എടുക്കുന്ന കടയുടെ അടുത്ത് കാണിച്ചു തന്നില്ല ഇന്നലെ, അതായിരുന്നു റെൻ്റ് എടുക്കുന്ന കട. അപ്പോൾ അവരാണ് ഓയിൽ ചേഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും അവരാണ് നോക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ അത് നോക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട്. ഓക്കെ, ഒരു സംഭവം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ വണ്ടികൾ നിൽക്കണം നോക്ക്. റോൾസ് റോയ്സ്, ബെൻസ്, ജാഗ്വർ, ഫുള്ള് പഴയ സാധനങ്ങൾ. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ പഴയ വണ്ടി കച്ചവടം, അതേപോലെ തന്നെ വണ്ടിയുടെ സർവീസ്, അതേപോലെ കാർ വാഷ്, എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഈ ഏരിയ മൊത്തം റെൻ്റ് കാർ എല്ലാ ഇതുണ്ട് ഇവിടെ. അപ്പോൾ അതും കൂടി അങ്ങോട്ട് കാണിച്ചു തരാം. ഞാൻ നിർത്തിയിട്ട് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നേ, പക്ഷേ അതിനുള്ള പാർക്കിംഗ് ഇല്ല. ഫുഡ് കഴിക്കണം വെച്ചിട്ട് കയറിയത് അങ്ങോട്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് മെയിനായിട്ട്. നോക്കുമ്പോൾ ഹോട്ടലിൻ്റെ മുന്നിലൊന്നും പാർക്കിംഗ് തന്നെ അല്ല. തളഭാത്തേരൊക്കെ ഫുള്ള് ബാക്കൊക്കെ പാർക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. നമ്മൾ അഥവാ ഇനിയിപ്പോൾ ഫൈന് കിട്ടാനുള്ള ഒരു ഇതില്ല, കെൽപ്പില്ല. അപ്പോൾ അതുകൊണ്ട് എന്താക്കി, നമ്മൾ നേരെ തിരിച്ച് ഇനിയിപ്പോൾ വീടിൻ്റെ അവിടെ എവിടെയെങ്കിലും പോയിട്ട് കഴിക്കാം. അപ്പോൾ അതും കൂടി അങ്ങോട്ട് കാണിച്ചു തന്നിട്ട് നമുക്ക് നിർത്താമെന്ന് വിചാരിച്ചു. അങ്ങനെതാ നമ്മൾ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോഴാണ് ഒരു വണ്ടി ഞാൻ കാണിച്ചു തരാം. ഒരു വണ്ടി നിൽക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നിൽ കൂടെ വേറൊരു വണ്ടിയും കയറ്റി അതങ്ങോട്ട് മാറട്ടെ. ഒരു വണ്ടി കാണിച്ചു തരാവേ. ആ നിൽക്കണം, നിർത്തം നോക്ക്. ഏത സാധനം, എസ്റ്റീമ ഏത സാധനം നോക്ക്. അടുത്തൊരു എസ്റ്റീമ ലുക്ക്. ഞാൻ അത് എടുത്ത് പോയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ. അതാ ലുക്കല്ലേ. അങ്ങനെ ചോറയിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചോറയിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അടുത്തൊരു പണി കിട്ടി. ബാബ അഹമ്മദ് വന്നിട്ട് ചാവി വന്നിട്ട് പറഞ്ഞ് വണ്ടി മാക്സിമം പോയിട്ട് കഴുകിയിട്ട് വായോ എന്ന്. അപ്പോൾ നമുക്കിനി അത് കഴുകാനുള്ള പോക്കാം. നമ്മളെ വണ്ടിയൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നു, നമ്മൾ പാർക്കിങ്ങിലിട്ടു. അത് കഴിഞ്ഞിട്ടതാ ഈ വണ്ടി നമുക്ക് കഴുകിയിട്ട് വരണം. ഇതൊരലാക്കിൻ്റെ വണ്ടിയാണ്. ഇത് തണ്ടറിന് എൻ്റെ ക്ലാസ് ഉണ്ടല്ലോ. നിങ്ങൾ തിമ്മ ഇരിക്കുമ്പോൾ ഒരു പേടിയും വേണ്ട. അപ്പുറത്തെ വണ്ടി ഒരു ഉഷാറ്, എന്താ പറയുക, പേടിക്കണ്ട. ഇതിങ്ങനെ ഓടിക്കുക. ഒരാളെടുത്തേക്ക് വരിക വഴി ഇങ്ങനെ. ലാൻഡ് ക്രൂസറിനായിട്ടും പവറാണ്. ലാൻഡ് ക്രൂസർ പിന്നെ രാജാവാണ്. ഈ തണ്ടറ പറഞ്ഞ ഹൈറ്റ് കൊണ്ടും സൗണ്ട് കൊണ്ടൊക്കെ ആള് സാറാ. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ പോണത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ മാറി തന്നോളും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൗണ്ടും പോലെ സാറ് വണ്ടിയാണ്. സ്വന്തമായിട്ട് വലിയ കാറ് കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാറുകളും ഓടിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്നത് ഡ്രൈവർ പണിയെന്നാണ്. ഡ്രൈവർ പണിയെന്ന് ഏതെല്ലാം വണ്ടികളും ഓടിക്കുക. നമ്മളെടുത്ത് ഇവിടെ തന്നെയാണ് ഇപ്പം കൊടുക്കണത്. ഇതാണ് കട, കഴുകാനുള്ള സ്ഥലം. നമുക്കിനിപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു നോക്കാം. ഇത് കഴുകാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഇത് കണ്ടോ, ഈ സംഭവം ഇവിടെ പറ്റൂല, ഇവിടെ കഴുകൽ നടക്കൂല. ജാക്കി പൊക്കണം എന്നുണ്ടെങ്കിൽ കണ്ടോ കറക്റ്റായിട്ട് ഇരുന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് കഴുകൽ നടക്കൂല. അപ്പോൾ വേറെ എവിടെയെങ്കിലും വെച്ച് നോക്കണം. നോക്കട്ടെ, ഇപ്പോൾ പറഞ്ഞു നോക്കട്ടെ. വേറെ എവിടെയെങ്കിലും ആക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പണി കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഓക്കെ, ബാക്കി എല്ലാ വണ്ടിയും കുഴപ്പമില്ല. ഇത് വലിപ്പം വണ്ടി നീളം കൂടുതലായതുകൊണ്ടേ കാര്യം നടക്കില്ല. അപ്പോൾ വേറെ സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ നമ്മളെ വണ്ടി ഇന്നാണ് ഇപ്പോൾ കഴുകാൻ പറ്റിയിട്ടുള്ളത്. ഇവിടെ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് ഇവിടെയൊക്കെ കഴുകുന്നുണ്ട്. പറിച്ചവനക്ക് അറിയാം. ഇഞ്ചൻ കഴുകുന്ന പണി എല്ലാവരും ഏറ്റെടുക്കും. അങ്ങനെ ബാബ അഹമ്മദ് നമ്മളെടുത്ത് വണ്ടിയുടെ ഇഞ്ചൻ ഒന്ന് ക്ലീൻ ആക്കാനും, ഇഞ്ചൻ്റെ മേലെ ഓയിലും കാര്യങ്ങളൊക്കെ ലീക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ആക്കാനും, അതേപോലെ റേഡിയേറ്ററൊക്കെ ക്ലീൻ ആക്കാൻ പറഞ്ഞിരുന്നു.
അപ്പോൾ അങ്ങനെ അതൊക്കെ നൈസായിട്ട് ക്ലീനാക്കി മേത്തേക്ക് എടുക്കാത്ത രീതിയിൽ എന്നിട്ട് വണ്ടിയൊക്കെ ഒന്ന് ഫുള്ള് വാഷ് ചെയ്തു. എന്നിട്ട് നമ്മൾ നൈസായിട്ട് തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.